മാളിയപ്പുറം കഴിഞ്ഞിട്ട് അതുപോലെ ഹിറ്റ് പടം ചെയ്യേണ്ട അടുത്ത പടം ചെയ്യുന്ന റൈറ്ററാണ് ഞാൻ. ഇന്ന് ഞാനത് പിന്നീട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ല. ഇതില് ആ ബഡ്ജറ്റ് തന്നതിനകത്ത് നോക്കിയാൽ പ്രൊഡ്യൂസർ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് 18 ലക്ഷം രൂപയുണ്ട്. ഇദ്ദേഹം അമേരിക്കയ്ക്ക് പോയ ഇദ്ദേഹം ബിസിനസ് ക്ലാസ്സിൽ പോയ പൈസ എല്ലാം പടത്തിന്റെ ബഡ്ജറ്റിലേക്കാണ് വന്നേക്കുന്നത്. ഇദ്ദേഹം വേറെ എന്തോ ആവശ്യത്തിന് എടുത്ത പൈസയ്ക്ക് പലിശ കൊടുക്കുന്നത് ഇതിൽ വന്നിട്ടുണ്ട്. ഒരു സിനിമയുടെ ബഡ്ജറ്റിങ് ഇടുമ്പോൾ ഇവിടെ ഇത്രയും സിനിമാക്കാരുള്ളതല്ലേ, നിങ്ങൾക്ക് ചോദിച്ചറിയാലോ. ഇതൊക്കെ ഇതിനകത്താണ് ആഡ് ചെയ്തത്. എല്ലാ ചെലവുകളും ആഡ് ചെയ്തിട്ട് എനിക്ക് 22 കോടിയായി, എനിക്ക് 20 കോടിയായി എന്ന് പറയുമ്പോൾ ഇതിന് കണക്ക് വേണ്ടേ? കൃത്യമായ കണക്കില്ലാതെ ഏതെങ്കിലും പ്രൊഡ്യൂസേഴ്സ് പടം ചെയ്യുമോ? ഞാനും 5 പടം വേറെ ഏതെങ്കിലും ആളാണ്, അതിൽ 3 പടം ചെയ്ത ഒരേ പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെയാണ്. ഇന്നേ വരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആകെ എനിക്ക് പ്രശ്നം, ഞാൻ കഴിഞ്ഞ പടം ചെയ്തു ആനന്ദ് ശ്രീബാല, എനിക്കത് കിട്ടിയ സാലറി എന്താണെന്നുള്ളത് ഈ ഇന്നലെ സപ്പോർട്ട് കൊടുത്ത പ്രൊഡ്യൂസർ നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും എനിക്ക് എന്തെങ്കിലും സാലറി എത്താന്നുള്ള കാര്യം. മാളിയപ്പുറം കഴിഞ്ഞിട്ട് അതുപോലെ ഹിറ്റ് പടം ചെയ്യേണ്ട അടുത്ത പടം ചെയ്യുന്ന റൈറ്ററാണ് ഞാൻ. ഇന്ന് ഞാനത് പിന്നീട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ല. കാരണം അതിന്റെ മറ്റൊരു പ്രൊഡ്യൂസർ ആൻഡോ ചേട്ടൻ, എനിക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ തൊട്ട് ഞാൻ കാണുന്നൊരു പ്രൊഡ്യൂസറാണ്. ഇനി അദ്ദേഹം എന്നോട് ചോദിക്കുക, നിനക്ക് പൈസ തരുന്നില്ല, നീ ഒരു പടം ചെയ്യണം എനിക്ക് വേണ്ടി, നിനക്ക് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് പടം ചെയ്ത് കൊടുക്കും. അതിന്റെ കമ്മിറ്റ്മെന്റ്, ആ കമ്മിറ്റ്മെന്റ് എനിക്ക് മറ്റേ പ്രൊഡ്യൂസറോട് ഇല്ല.